വെൽക്കം ടു കുക്കിംഗ് റേഷ്. കുക്കിംഗ് റേഷിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെണ്ടമുറിയൻ്റെ റെസിപ്പിയാണ്. ചെണ്ടമുറിയൻ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു ഫുഡാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. ഈ 2 നേന്ത്രപ്പഴം ഞാൻ ഹാഫ് ബോയിൽ ചെയ്തതാണ്. ഈ ഒരു പീസ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ 3 പീസായിട്ടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു പീസ് തന്നെ നമുക്ക് 2 പീസായിട്ടും കട്ട് ചെയ്യാം. പിന്നെ ചെണ്ടമുറി എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ പീസ് ഒരു ചെണ്ടയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ്. അനുസരണം നമുക്ക് പഴത്തിൻ്റെ ഷേപ്പ് വലുതാക്കിയോ ചെറുതാക്കിയോ കട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് ഫസ്റ്റ് ശർക്കര ഒരു കത്തി ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശർക്കര പാനിയായി കിട്ടുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 1/2 കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് പാനിയായിട്ട് എടുക്കാം. ശർക്കരയിൽ ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തു. ഇനി ശർക്കരയെല്ലാം ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊരു ടീസ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയെല്ലാം ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അത് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ. അടുത്തതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അരി വറുത്തത്. ചോറ് വയ്ക്കുന്ന അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണം. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഏലയ്ക്ക ഒരു 2 ഏലയ്ക്ക. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചെണ്ടമുറിയനിൽ വേണ്ടത്. ഇനി ചെണ്ടമുറിയൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ബൗള് ശർക്കരപ്പാനി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഈ പഴം ഒരു ഹാഫ് വേവിലാണ് എടുത്തത്. ഈ പഴം ഒന്ന് ഫുൾ വേവാവും. ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വേവായിട്ട് വരും. ശർക്കര ഏകദേശം വറ്റിയിട്ടുണ്ട്. ചെണ്ടമുറിയന് ഇപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 ഏലയ്ക്ക പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഓപ്ഷന് 1 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെണ്ടമുറിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര വറ്റിച്ചെടുത്ത പോലെ തന്നെ വറ്റിച്ചെടുക്കുക. ഇങ്ങനെയും നമുക്ക് കഴിക്കാം. ഇനിയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിലോട്ട് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടായിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അരിമണി ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ അരിമണിയും ഓപ്ഷനാണ്. വേണമെങ്കിൽ അരിമണി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങാപ്പാൽ, ശർക്കര, പഴം, നമ്മുടെ അരിമണി വറുത്തത് കോമ്പിനേഷന് വെച്ചാൽ ഒരു കിടിലൻ കോമ്പിനേഷനാണ്. ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം.